ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്നിക്കേഴ്സ് ജ്യൂസ്. അപ്പോൾ സ്നിക്കേഴ്സ് ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 സ്നിക്കേഴ്സ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വലുത് വേണമെങ്കിൽ നിങ്ങൾക്ക് വലുതെടുക്കാം. ഞാനൊരു മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ബ്രെഡ്, അതുപോലെ തന്നെ നമ്മളുടെ ആൽമണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പാല്, അല്പം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കേണ്ട, ഒരല്പം പഞ്ചസാര ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിതാ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ സ്നിക്കേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാം. ബ്രെഡ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ജ്യൂസിനൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ബ്രെഡ് ചേർത്തു എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് മാറ്റമൊന്നും സംഭവിക്കില്ല. പിന്നീട് നമ്മളിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ പഞ്ചസാര, അല്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്നൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ആൽമണ്ട് പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കുവാണ്. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്നിക്കേഴ്സ് ജ്യൂസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആൽമണ്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇടാം. അങ്ങനെ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നിക്കേഴ്സ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സ്നിക്കേഴ്സ് ജ്യൂസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.